എല്ലാ വാർത്തകളെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ബാഴ്സയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പ്രത്യേകിച്ച്. ആഴ്ചകൾക്ക് മുമ്പ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സോഷ്യൽ മീഡിയ വാളിൽ പ്രത്യക്ഷപ്പെട്ടൊരു പോസ്റ്റാണിത്. ഹൂലിഗൻ അൽവാരസിനെയും ബാഴ്സയെയും ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും റൂമറുകളും ഒക്കെ ഏറെക്കാലമായി അന്തരീക്ഷത്തിലുണ്ട്. അൽവാരസ് അത്ലറ്റിക്കോ വിടാനുള്ള സന്നദ്ധത മാനേജ്മെന്റിനെ അറിയിച്ചിട്ട് നാളുകളേറെയായി. കറ്റാലൻ കൂടാരത്തിലേക്ക് തന്നെയാണ് അർജന്റീൻ താരത്തിന്റെ നോട്ടം. 2030 ജൂൺ വരെയാണ് അത്ലറ്റിക്കോയുമായുള്ള അൽവാരസിന്റെ കരാർ. എന്നാൽ 200 മില്യൺ യൂറോ തന്നാലും അൽവാരസിന് വിട്ടു നൽകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അത്ലറ്റിക്കോ. നേരത്തെ റയലിന്റെ 150 മില്യൺ യൂറോയുടെ ഒരു ഓഫർ അത്ലറ്റിക്കോ തള്ളിയിരുന്നു. ഒരു വശത്ത് ലോസ് ബ്ലാങ്കോസ് ലോക ഫുട്ബോളിലെ വൻ തോക്കുകൾക്ക് പിന്നാലെ വലവിരിച്ചു പായുന്നു. ലോകോത്തര സൈനികങ്ങൾ പലതും അവിടെ സംഭവിച്ചു കഴിഞ്ഞു. വന്നതിനേക്കാൾ വലുതാണ് വരാനുള്ളത്. റോഡ്രി ആൻഡ് ഡിയോമന്റെ ഡീലുകൾ പാതിവടിയിലാണ്. ഇരുവരും ബർണബ്യൂവിൽ എത്തുമെന്ന് തന്നെയാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നാൽ ക്യാമ്പ് നൗവിനാകട്ടെ വലിയ കുലുക്കമൊന്നുമില്ല. ആന്റണി ഗോർഡനാണ് ഈ സമ്മറിൽ ടീം നടത്തിയ ഏറ്റവും വലിയ സൈനിങ്. ന്യൂകാസിലിൽ നിന്ന് 80 മില്യൺ യൂറോക്കാണ് ഗോർഡനെ 5 വർഷത്തെ കരാറിൽ ബാഴ്സ റാഞ്ചിയത്. ലോണിൽ ബാഴ്സയിലെത്തിയ മാർക്കസ് റഷ്ഫോർഡ് ഓൾഡ് ട്രാഫോർഡിലേക്ക് തിരികെ മടങ്ങി. ബൊറൂഷ്യയിൽ നിന്ന് കരീം അഡയേമിയെ ടീം 29 മില്യൺ യൂറോക്കാണ് തട്ടകത്തിലെത്തിച്ചത്. അഡയേമിയുടെ കരാറും 5 വർഷം നീണ്ടു നിൽക്കുന്നതാണ്. ക്ലബ് ബ്രൂഗയിൽ നിന്ന് 18-കാരൻ വിങ്ങർ ജസേബിസുവിനെ തട്ടകത്തിലെത്തിച്ചതാണ് ടീം ഇക്കുറി നടത്തിയ മറ്റൊരു സൈനിങ്. നമ്പർ 9 റോളിൽ ഒരാൾക്കായുള്ള അന്വേഷണം ബാഴ്സ തുടരുകയാണ്. ഹൂലിയൻ അൽവാരസ് തന്നെയാണ് ടീമിന്റെ പ്രൈമറി ടാർഗറ്റ്. എന്നാൽ ഓരോ ദിവസം ചെല്ലുന്തോറും പ്രതീക്ഷകൾ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുന്നു. അത്ലറ്റിക്കോ പൊന്നും വില തന്നാലും വിട്ടുതരില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അൽവാരസിനെ സ്വന്തമാക്കാൻ ബാഴ്സലോണ സ്വീകരിച്ചിരിക്കുന്ന അനുചിതമായ നടപടികൾ ചൂണ്ടിക്കാട്ടി അത്ലറ്റിക്കോ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനിൽ കഴിഞ്ഞ ദിവസമാണ് പരാതി നൽകിയത്. ക്ലബ്ബുകൾ തമ്മിലുള്ള പെരുമാറ്റച്ചട്ടം ബാഴ്സ ലംഘിച്ചു വന്നായിരുന്നു പരാതി. 2024 സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോക്കൊപ്പം ചേർന്ന അൽവാരസ് 106 മത്സരങ്ങളിൽ ഇതിനോടകം കളത്തിലിറങ്ങിക്കഴിഞ്ഞു. അത്ലറ്റിക്കോ ജേഴ്സിയിൽ 49 ഗോളുകൾ താരത്തിന്റെ പേരിലുണ്ട്. പോയ സീസണിൽ 20 തവണയാണ് അൽവാരസ് വലകുടിക്കിയത്. അൽവാരസിന്റെ കാര്യത്തിൽ അത്ലറ്റിക്കോക്ക് കുലുക്കമൊന്നുമില്ലെന്നിരിക്കെ ബാഴ്സ മറ്റ് ഓപ്ഷനുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ഫെറാൻ ടോറസുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിലുണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങൾ അവസാനിക്കാൻ ഒരുങ്ങുകയാണ്. ഫെറാന്റെ PSG മൂവ് സംഭവിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. PSG ദിനേനയൊന്നോണം സ്പാനിഷ് താരത്തിന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഫെറാൻ ടീമിൽ തുടരണം എന്നാണ് ബാഴ്സ ആഗ്രഹിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. കരാർ പുതുക്കാനുള്ള ശ്രമം ടീം നടത്തി വരുന്നുണ്ട്. അതേസമയം ഫെറാൻ കൂടുമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടീം PSG മുന്നിൽ വാതിലുകൾ തുറക്കും. 40 മില്യൺ യൂറോക്ക് താഴെയുള്ള ഒരു ഓഫറാണ് PSG ബാഴ്സയ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ബാഴ്സ 60 മില്യണെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത വർഷം കരാർ അവസാനിക്കുന്നതോടെ ഫ്രീ ഏജന്റ് ആകും എന്നതിനാൽ കരാർ പുതുക്കാൻ താരം സന്നദ്ധനാവുന്നില്ല എങ്കിൽ ബാഴ്സ PSG ഓഫർ സ്വീകരിക്കും. സോ ഇതിൽ അവസാന തീരുമാനം ഫെറാന്റേതാണ്. ഹൂലിയൻ അൽവാരസിന്റെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കെ ബാഴ്സ പ്ലാൻ ബികൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ പല പേരുകളും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിലൊന്ന് ബെൻഫിക്കയുടെ ഡാംഗ്ലിസ് പാവൽഡിസിൻ്റെതാണ്. 27-കാരനായി പോർച്ചുഗീസ് ക്ലബ്ബ് ചോദിക്കുന്നത് വലിയ തുകയാണ്. 70 മില്യണിനടുത്തൊരു തുക നൽകി പാവൽഡിസിനെ ബാഴ്സ റാഞ്ചുമോ എന്ന് കണ്ടറിയണം. 70 മില്യണുള്ള മുതലക്കിയുണ്ടോ പാവൽഡിസ് എന്നാണ് ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളും ഒക്കെ ചോദിക്കുന്നത്. ഹോഫൻഹൈമിന്റെ ഫിസ്രിക് അസ്ലാനി അടക്കം പല പേരുകളും സെന്റർ സ്ട്രൈക്കർ റോളിൽ ബാഴ്സയുടെ റഡാറിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ബോൺമൗത്തിന്റെ എലി ജൂനിയർ ക്രൗപ്പിക്കായും ബാഴ്സ രംഗത്തുണ്ടായിരുന്നു. ഫ്രാങ്കി ഡിയോങ്ങിന്റെ പരിക്ക് വലിയ ആദ്യമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മിഡ്ഫീൽഡിൽ മറ്റ് ഓപ്ഷനുകളെ കുറിച്ച് അന്വേഷണങ്ങളും ബാഴ്സ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 6 മാസത്തോളം ഡിയോങ് പുറത്തിരിക്കേണ്ടി വരും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ജിറോണയുടെ മൊറോക്കൻ മിഡ്ഫീൽഡർ അസദിൻ ഔനാഹിയാണ് ഇപ്പോൾ ബാഴ്സയുടെ റഡാറിലുള്ള മറ്റൊരു താരം. ലിയോൺ ഗൊരെറ്റ്സ്കയുടെ പേരും മിഡിലേക്ക് ബാഴ്സ പരിഗണിക്കുന്നവരിൽ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു. നിലവിൽ ഫ്രീ ഏജന്റാണ് താരം. കഴിഞ്ഞ ലോകകപ്പിൽ മൊറോക്കൻ നിരയിൽ മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്ത ഔനാഹിയെ തട്ടകത്തിലെത്തിക്കാനായാൽ ബാഴ്സ നിരയിലേക്ക് അതൊരു മികച്ച ആഡിംഗ് ആകും. അയാക്സിനെയും ഔനാഹിയെയും കണക്ട് ചെയ്തും സമീപകാലത്ത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഹാൻസി ഫ്ലിക്കിന്റെ ശൈലിയുമായി പെട്ടെന്ന് അഡാപ്റ്റ് ആകാൻ കഴിയുന്ന താരമാണ് ഔനാഹി എന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിലയിരുത്തുന്നത്. പരമ്പരാഗത ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ പോലെ പിന്നരയിൽ മാത്രം നിലയുറപ്പിക്കുന്ന താരമല്ല ഔനാഹി. ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസുകൾ കണ്ടെത്തി കളിക്കുന്നതിലും പന്ത് വേഗത്തിൽ മുന്നോട്ടെത്തിച്ച് കൗണ്ടർ അറ്റാക്കുകൾക്ക് വേഗം പകരുന്നതിലും ഓരോ അറ്റാക്കിംഗ് ബിൽഡപ്പിലും സജീവ സാന്നിധ്യമാകുന്നതിലുമാണ് ഔനാഹിയുടെ യഥാർത്ഥ ശക്തി. അതുകൊണ്ട് തന്നെ ഫ്രാങ്കി ഡിയോങ്ങിന്റെ അഭാവത്തിൽ ബാഴ്സലോണയ്ക്ക് മിഡിൽ ഉണ്ടാക്കാൻ പോകുന്ന വിടവ് ഒരു പരിധിവരെ നികത്താൻ ഔനാഹിക്ക് കഴിയും. അതോ ലാമാസിയ പ്രൊഡക്റ്റായ യങ് ടാലന്റ് മാർക്ക് ബേണലിനെ വെച്ച് ഈ ഓട്ടയടക്കാനാകുമോ ബാഴ്സ മുതിരുന്നത് എന്ന് കണ്ടറിയണം. മാർക്കസ് ആഡയെ വിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബാഴ്സ. അത്ലറ്റിക് ബിൽബാവോയിൽ നിന്ന് സെന്റർ ബാക്ക് ഐമറിക് ലപ്പോർട്ടക്കായുള്ള ശ്രമങ്ങളും ബാഴ്സ നടത്തി വരികയാണ്. അതേസമയം സ്പെയിൻ്റെ ലോകകപ്പ് ഹീറോക്കായി വലിയൊരു തുകയാണ് ടീം ചോദിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.
ഏതാണ്ട് 80 മില്യൺ യൂറോയോളം. 30 വയസ്സിന് മുകളിലുള്ള ഒരു താരത്തിനായി ബാഴ്സ അങ്ങനെ ഒരു മൂവിന് മുതിരാൻ ഇടയില്ല. ജൂൾസ് കുണ്ടെ, ബാൽഡെ, അരോഹോ തുടങ്ങിയ താരങ്ങൾക്കൊക്കെ ബാഴ്സ ഓഫറുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മൂവരും നിലവിൽ ടീം വിടാൻ ആഗ്രഹിക്കുന്നില്ല. ടെർ സ്റ്റെഗന്റെ അയാക്സിലേക്കുള്ള ലോൺ മൂവ് ഇതിനോടകം സാധ്യമായി കഴിഞ്ഞു. ഹൂലിയൻ അൽവാരസ് വന്നില്ലെങ്കിൽ ഡെക്കോ സെൻട്രൽ സ്ട്രൈക്കർ റോളിൽ ആരെയാകും റാഞ്ചാൻ ഒരുങ്ങുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അതോ ഉള്ളവരെ വെച്ച് ഓടിക്കാനാണോ തീരുമാനം എന്നും അറിയില്ല. അപ്പുറത്ത് റയൽ മാഡ്രിഡിൽ വിനീഷ്യസ് ജൂനിയർ ആണ് ഇപ്പോൾ ഹോട്ട് ടോപ്പിക്. 2027 ഫ്രീ ഏജന്റ് ആകുന്ന താരം ഇതുവരെ ലോസ് ബ്ലാങ്കോസുമായുള്ള കരാർ പുതുക്കിയിട്ടില്ല. 3 ഓപ്ഷനുകളാണ് വിനിക്ക് മുന്നിലുള്ളത്. ഒന്നുകിൽ കരാർ പുതുക്കുക, അല്ലെങ്കിൽ അടുത്ത വർഷം ഫ്രീ ഏജന്റ് ആവാനായി കാത്തിരിക്കുക, അല്ലെങ്കിൽ ആഴ്സണലിന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുക. വിനി ഫ്രീ ഏജന്റ് ആകുന്നത് റയലിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടക്കച്ചവടമാകും. കരാർ പുതുക്കാൻ ബ്രസീലിയൻ താരം തയ്യാറായില്ലെങ്കിൽ ലോസ് ബ്ലാങ്കോസ് ഗണ്ണേഴ്സിന്റെ ഓഫറുകൾ പരിഗണിക്കും. വിനിയും റയലും തമ്മിൽ പ്രതിഫലത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇനിയും എവിടെയും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാന ശമ്പളം, പെർഫോമൻസ് ബോണസുകൾ, റയലിന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത റിന്യൂവൽ ബോണസ് ഉൾപ്പെടെ വലിയൊരു പാക്കേജാണ് വിനി റയലിന് മുന്നിൽ വച്ചിരിക്കുന്നത് എന്നാണ് ദ അത്ലറ്റിക് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വേജ് ക്യാപ്പ് ഉയർത്താനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റയൽ. അതിനാലാണ് കരാർ പുതുക്കൽ നടപടികൾ വൈകുന്നത്. ഈ അവസരം മുതലാക്കി ആഴ്സണൽ വിനിക്കായുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. വിനിയെ പോലൊരു താരത്തെ വിട്ടുകളയുന്നത് റയലിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാകും. ആരാധകർക്കും ഫുട്ബോൾ പണ്ഡിറ്റുകൾക്കുമൊക്കെ ഇതേ പക്ഷമാണ്. ഡംഫ്രീസ്, കൊനാട്ടെ, കുക്കുറയ്യ, സിൽവ, കാർലോസ് എസ്പി 5 സൈനികങ്ങളാണ് റയൽ ഇതുവരെ പൂർത്തിയാക്കിയത്. റോഡ്രിയും ഡിയോമന്റെയും ബെർണബ്യൂവിലേക്കുള്ള വഴിയിലാണ്. ഹോസെ മൊറീഞ്ഞോ ചോദിക്കുന്നതെന്തും നൽകാൻ തയ്യാറാണ് ഫ്ലോറന്റീനോ പെരസ്. 2 സീസണുകളിലായി ഒഴിഞ്ഞുകിടക്കുന്ന ബെർണബ്യൂ ഷെൽഫ് ഫിൽ ചെയ്യാൻ ഹോസെയ്ക്ക് കഴിയുമോ? അതോ സ്പാനിഷ് മണ്ണിൽ ബാഴ്സയുടെ സമഗ്രാധിപത്യം തുടരുമോ? കാത്തിരുന്നു കാണാം.